ഇത് മുടിവല്ലേ, ഇത് താൻ ആരംഭം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആഘോഷത്തിലാണ് നാം ഇന്നായിരിക്കുക. ഇന്നത്തെ സുവിശേഷം ധ്യാനിക്കുന്നതിന് മുൻപായി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നാം വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 14ഉം 15ഉം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഈ ഒരാഴ്ചക്കാലം മുഴുവനും നാം വായിച്ചു കേട്ടത്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നോണമായി ഇന്നത്തെ സുവിശേഷ ഭാഗമായ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 46 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപുള്ള കാര്യങ്ങളും അതിനുശേഷം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതുമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഓരോ ഭാഗങ്ങളും യഥാർത്ഥത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ആണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് സുവിശേഷകൻ കാണിച്ചു തരുന്നുണ്ട്. 46-ാം വാക്യത്തിൽ കർത്താവ് നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അപ്രകാരം പറയുക? കർത്താവ് ഒരിക്കൽ കൂടി തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ രാജാവ് എല്ലാവരെയും അടക്കി ഭരിക്കുന്ന, എല്ലാവരെയും വിധിക്കുന്ന, എല്ലാവരെയും ശിക്ഷിക്കുന്ന ഒരു രാജാവല്ല, മറിച്ച് പഴയ നിയമഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരും പറഞ്ഞു വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന രാജാവാണ് ഞാൻ. അതായത് സഹനദാസൻ. ഹോസിയയുടെ പുസ്തകത്തിലും എസെക്കിയേലിൻ്റെ പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും പറഞ്ഞു വെച്ചതുപോലെ എല്ലാം സഹിക്കുകയും ഒടുവിൽ മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന സഹനദാസനായ എല്ലാവരെയും സ്നേഹിക്കുന്ന രാജാവാണ് നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തൽ 46-ാം അധ്യായത്തിൽ അവിടെ നൽകുന്നുണ്ട്. തുടർന്ന് 47-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കണ്ടുമുട്ടുക. കർത്താവ്, ഈ രാജാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദൗത്യം നിങ്ങൾ ലോകമെങ്ങും പോയി പ്രഘോഷിക്കണം. അനുതാപത്തിൻ്റെ സുവിശേഷം നിങ്ങൾ ലോകമെങ്ങും പോയി പ്രഘോഷിക്കുമെന്നാണ് പറഞ്ഞു വെക്കുക. അതെ, കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതെല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ്. ആരെയും മാറ്റി നിർത്താതെ, ഒഴിവാക്കാനാവാതെ പാപികളെയും ചുങ്കക്കാരെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും മാറി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും തിരിച്ചു വരണമെന്നുള്ള സന്തോഷത്തിൻ്റെ സുവിശേഷം നിങ്ങളെല്ലാവരിടത്തും പ്രഘോഷിക്കണമെന്നുള്ള നിങ്ങളുടെ ദൗത്യത്തെപ്പറ്റി കർത്താവ് ശിഷ്യന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി 48ഉം 49ഉമുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കണ്ടുമുട്ടുന്നുണ്ട്. ഈ ദൗത്യത്തെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് നിങ്ങളുടെ സഹായകനായി ഒരാത്മാവിനെ, നിങ്ങളുടെ വാഗ്ദാനത്തെ ദൈവം തരുമെന്ന് ആ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾ ആരംഭിക്കുമ്പോൾ അതെപ്രകാരമായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുവെച്ച് ആകുലപ്പെടേണ്ട, മറിച്ച് ആ പ്രവർത്തനങ്ങളിലും പ്രവർത്തന മേഖലകളിലും നിങ്ങളെ സഹായിക്കാനും നയിക്കുവാനുമായി ഒരാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പുകൂടി നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി 46, 7, 8, 9 കഴിഞ്ഞുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കണ്ടുമുട്ടുന്നുണ്ട്. ബെഥനിയയിൽ വെച്ചാണ് കർത്താവ് ഇതെല്ലാം അവരോട് പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ബെഥനിയ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ്. ലാസറിൻ്റെയും മാർത്തായുടെയും ഭവനം, അതോടൊപ്പം തന്നെ കർത്താവ് ആദ്യമായി കണ്ണീർ പൊഴിച്ച സ്ഥലം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കർത്താവിന് ഒരു അല്പം പ്രിയപ്പെട്ട ഇടം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വചനഭാഗത്തെ 3 കാര്യങ്ങളിൽ ഒതുക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, കർത്താവ് തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തെപ്പറ്റി ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. രണ്ടാമതായി, അവരുടെ ദൗത്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. മൂന്നാമതായി, അവരുടെ ദൗത്യത്തിൻ്റെ യാത്രയ്ക്ക് ഒരു സഹായകനുണ്ടെന്നുള്ള ഉറപ്പുകൂടി കർത്താവ് നൽകുകയാണ്. ഇനി അകലെ നിന്ന് നോക്കുമ്പോൾ, ഒരു അല്പം കൂടി ഇരുത്തി ഈ വചനം വായിക്കുമ്പോൾ നമുക്കിപ്രകാരം കൂടി തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ഈ ഒരു വിടവാങ്ങൽ സമയം സന്തോഷത്തിൻ്റെതാണോ ദുഃഖത്തിൻ്റെതാണോ? അതെ, ഒന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരപ്പൻ, ഒരമ്മ, ഒരു സഹോദരൻ തൻ്റെ വീട്ടിൽ നിന്ന് യാത്രയാകുമ്പോൾ തൻ്റെ മക്കളോടോ തൻ്റെ സഹോദരങ്ങളോടോ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യങ്ങൾ പോലെയാണ് ഈ സുവിശേഷം നമുക്ക് മുമ്പിൽ വെളിവാക്കി തരിക. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷത്തിൻ്റെയാണ്. കാരണം കർത്താവ് യാത്രയാകുന്നത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സ്ഥലമൊരുക്കുവാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ കർത്താവ് മനോഹരമായത് തോമസിനോട് പറഞ്ഞു വയ്ക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ ഒരു ദുഃഖത്തിൻ്റെതായിരിക്കാം. കാരണം തൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ട് പോകണമല്ലോ എന്നുള്ളത്. സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെയെങ്കിൽ എന്താണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം? ഒറ്റവാക്യത്തിൽ എനിക്കൊന്നു, കരുതലും സ്നേഹവും. അതെ, കർത്താവ് അറിയാം, കർത്താവ് ചേർത്ത് പിടിച്ചിരിക്കുന്നവരെല്ലാം ഒരിക്കൽ കർത്താവിനെ വഞ്ചിച്ചവരാണ്, ഒറ്റിക്കൊടുത്തവരാണ്, അറിയില്ല എന്ന് ഭാവിച്ച് നടന്നുപോയവരാണ്. ഒടുവിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടും കർത്താവിനെ ഭൂതമെന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരാണ്. അങ്ങനെയുള്ളവരെയൊക്കെ കർത്താവ് വഴക്ക് പറയുകയോ ശാസിക്കുകയോ ചെയ്യുന്നതിന് പകരം ചേർത്ത് പിടിക്കുകയും സ്നേഹവും കരുതലും കൊണ്ട് അവിടെ നിന്ന് അവരെ വീർപ്പ് മുട്ടിക്കുന്നതായിട്ടാണ് നാം കണ്ടുമുട്ടുന്നത്. അങ്ങനെയെങ്കിൽ നാമും ഇപ്രകാരം തന്നെയല്ലേ മറ്റുള്ളവരോടും കാണിക്കേണ്ടത്? നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഇവരെല്ലാവരും നമ്മെ എപ്പോഴും സ്നേഹിക്കണമെന്നില്ല.
ചിലരൊക്കെ ഒറ്റപ്പെടുത്തിയേക്കാം, ചിലരൊക്കെ വഞ്ചിച്ചേക്കാം, ഒറ്റിക്കൊടുത്തേക്കാം, ദൂരെ അകറ്റി നിർത്തിയേക്കാം. പക്ഷേ അവരെ ശാസിച്ചും ശിക്ഷിച്ചും നന്മയിലേക്ക് നയിക്കുന്നതിന് പകരം നാം ചെയ്യേണ്ട മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വഴിയിലൂടെ അവരെ നയിച്ചാൽ മതി. അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് തീർച്ചയായും വന്നിരിക്കും. ഇതിൻ്റെ ഉദാഹരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നാം വായിച്ച് കേൾക്കുന്നുണ്ട്. പൗലോസും സീലാസും ജയിലറയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ അത്ഭുതങ്ങൾ അവിടെ കണ്ടതിന് ശേഷം അത് താങ്ങായിക മൂലം ആ ജയിലിൻ്റെ അധിപൻ ആത്മഹത്യക്കായി ഒരുങ്ങുന്നുണ്ട്. ഉടനെ തന്നെ പൗലോസ് അദ്ദേഹത്തെ തടയുന്നതായി വായിക്കുന്നുണ്ട്. കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക. പിന്നീട് അങ്ങോട്ട് പത്രോസ് അപ്പോസ്തലൻ സുന്ദരകവാടത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മുടന്തനായ ഒരു മനുഷ്യനെ കണ്ട് സുഖപ്പെടുന്നൊരു ഭാഗവും നാം വായിക്കുന്നുണ്ട്. അവന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അവനോട് പത്രോസ് അപ്പോസ്തലൻ പറയുക ഇപ്രകാരമാണ്: ഞങ്ങളുടെ കയ്യിൽ വെള്ളിയോ സ്വർണ്ണമോ ഇല്ല, മറിച്ച് നിനക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ മതിയോ. സ്നേഹിതരെ, കർത്താവ് എന്താണ് കാണിച്ചു കൊടുത്തത്? അതുതന്നെയാണ് ശിഷ്യന്മാരും തൻ്റെ ഒപ്പമുള്ളവരോട് കാണിച്ചു കൊടുത്തത്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യരായ, ക്രിസ്തു ശിഷ്യരായ നാമും കാണിക്കേണ്ടത് ഈ മാതൃക തന്നെയല്ലേ? മറ്റുള്ളവരെ പഴിക്കാതെ, അവരെ ശിക്ഷിക്കാതെ, അവരെ വിധിക്കാതെ, സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് പിടിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ മാത്രമേ ഈ ലോകത്തിലെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ ഹിറ്റ്ലറെ പറ്റിയുള്ള വിചാരങ്ങളൊക്കെ മാറ്റിമറിച്ച ഒരു അച്ഛൻ പറഞ്ഞൊരു വാക്യം ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് ഓർമ്മ വരികയാണ്. അതെ, ഒരുപക്ഷെ ഹിറ്റ്ലറിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തോട് കുറച്ചുകൂടി കരുണയും സ്നേഹവും കാണിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോയാനെ. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും കരുതലും സ്നേഹമുള്ളവരാകാം. കുറ്റമുള്ളവരെ, ഒപ്പമുള്ളവരെ വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, ശിക്ഷിക്കാതെ ചേർത്ത് പിടിക്കാനേ ശ്രമിക്കാം. കർത്താവ് ചേർത്ത് പിടിച്ചപ്പോൾ അവിടെ നടന്നത് വലിയൊരു അത്ഭുതമാണ്. അതിനാൽ നമുക്കും നമ്മുടെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ചേർത്ത് പിടിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. എന്നാൽ വചനം ഇപ്രകാരം ഓർമ്മപ്പെടുന്നുണ്ട്: നിങ്ങളുടെ സഹോദരന് ഒരു ചെറുപാത്രം വെള്ളം കൊടുക്കുമ്പോൾ, ഒരു സഹായം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്കു തന്നെയാണ് ചെയ്തു വെക്കുന്നത്. അതിനാൽ നമ്മുടെ ഒപ്പമുള്ളവനെ, ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് കരുണയും സ്നേഹവുമുള്ള വ്യക്തികളായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അവസാനിപ്പിക്കുകയാണ്. അറിയാം, ജൂൺ മാസം ഒരു തുടക്കത്തിൻ്റെ മാസമാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ, മഴ തുടങ്ങുന്നതിൻ്റെ, ഈശോയുടെ തിരുഹൃദയ വണക്കമാസ തുടക്കത്തിൻ്റെ, അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ സമയത്തായിരിക്കുമ്പോൾ നമ്മളും ഒരു തുടക്കം അനുഭവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതലോടെ കാണുവാനും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു തുടക്കമായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ അവസാന വാക്കുകൾ പറയുന്ന പോലെ, നിങ്ങൾ നഗരം വിട്ട് പുറത്തു പോകുമെന്ന് കർത്താവരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരുങ്ങാൻ വേണ്ടി, ആത്മാവിനെ സ്വീകരിക്കുവാൻ തങ്ങളെ തന്നെ ഒരുക്കാൻ വേണ്ടി. നമുക്കറിയാം, അടുത്ത ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ തിരുനാളിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനും ഈ ദിനങ്ങളിൽ നമുക്ക് പരിശ്രമിക്കുകയും ആത്മാർത്ഥമായി അതിന് ഒരുങ്ങുകയും ചെയ്യാം. എന്തെന്നാൽ ഓർക്കുക, സുവിശേഷത്തിൻ്റെ അവസാന ഭാഗമാണ് വായിച്ചു കേട്ടത്. എന്നാൽ അത് അവസാനമല്ല, അതൊരു തുടക്കമാണ്. ഇത് മുടിവല്ലേ, ഇത് താൻ ആരംഭം. സുവിശേഷം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിത ദൗത്യം ഇവിടെ ആരംഭിക്കുകയാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദൗത്യം ഹൃദയത്തിലേറ്റിക്കൊണ്ട് വിശ്വാസപൂർവ്വം പ്രാവർത്തികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.